കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കെല്ലാവർക്കും ഓരോ എപ്പിസോഡിലും ഒന്നിച്ചു വരാൻ കഴിയുന്ന എത്രയൊരു സന്തോഷകരമാണ്. യേശു കർത്താവ് തന്ന ദിവ്യമായൊരു ദാനമാണ് നമ്മുടെ ഭവനങ്ങളിൽ ദൈവവചനം കേൾക്കാൻ, കർത്താവിൻ്റെ പ്രവൃത്തികൾ കണ്ണാലെ കാണാൻ കിട്ടുന്ന ഈ വലിയ അനുഗ്രഹം. ഞാൻ ഓർക്കുന്നുണ്ട് 1980കളിൽ ഞാൻ കർത്താവിലേക്ക് വന്ന അവസരങ്ങളിൽ ഇതുപോലെ ദൈവവചന ശുശ്രൂഷ കേൾക്കാനോ ഇതുപോലെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ദൈവപ്രവൃത്തികൾ ഈ ഒരു മാഗ്നിറ്റ്യൂഡിൽ അന്നും ഇല്ലെന്നല്ല, കാണാനോ ഇടയായില്ല. എന്നാൽ ഈ കാലങ്ങളിൽ കർത്താവിൻ്റെ വലിയ കൃപ നമ്മുടെ ദേശത്ത് ചൊരിഞ്ഞിരിക്കുക. അത് കർത്താവിൻ്റെ കൃപ മാത്രമാണ്. അന്നത്തെ ശുശ്രൂഷകരെക്കാൾ ഇന്നുള്ളവർ മെച്ചമായതുകൊണ്ടൊന്നുമല്ല, ഈ ഒരു കാലഘട്ടത്തെ കർത്താവ് കൃപ കൊണ്ട് നിറച്ചിരിക്കുക. അതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഇപ്പോൾ നമ്മൾ ചവറയിൽ നടന്ന TV പ്രേക്ഷക മീറ്റിങ്ങിലേക്കാണ് പോകുന്നത്. അത്ഭുത വിടുതലുകൾ, സൗഖ്യങ്ങൾ, സാക്ഷ്യങ്ങൾ നമ്മൾ കേൾക്കും. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ യേശുനാഥൻ ശാപമാകെ ഏറ്റതാ മുള്ളുകൊണ്ടുള്ളോർ മുടിയായേറ്റതാ സമൃദ്ധിയേകിടാൻ ദരിദ്രനായതും ജീവനേകാൻ ഉയർത്തെഴുന്നതും എൻ പാപവും ശാപവും ഒഴുകി ദൂരയാ ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. കവിഞ്ഞ് 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 കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. ഓ സ്തോത്രം. യേശുവേ പോലെ ആരുമില്ല, അവനൊപ്പം പറയാൻ ആരുമില്ല. താങ്ക് യു ജീസസ്. ഇതുപോലൊരു സ്നേഹവാൻ, ഇതുപോലെ മനുഷ്യന് വേണ്ടി ജീവൻ കൊടുത്തവൻ വേറെ ആരുമില്ല, വേറെ ആരുമില്ല. ലോകം മുഴുവൻ നമ്മെ കൈവിടുന്ന ലോകമാണ്. എന്നാൽ ലോകം മുഴുവൻ കൈവിട്ടാലും കൈവിടാത്തൊരുവനുണ്ടെങ്കിൽ അത് യേശു മാത്രം. ഇരുകരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മറുകരയിൽ വരുമേ. ഇരുകരം നീട്ടി എന്നെ സ്വീകരിപ്പാൻ നാഥൻ മറുകരയിൽ വരുമേ. അവിടെ ഞാൻ ചെന്നങ്ങു ചേരുവോളം പറന്നിടും ആത്മാവിൻ പുതുബലത. അവിടെ ഞാൻ ചെന്നങ്ങു ചേരുവോളം പറന്നിടും ആത്മാവിൻ പുതുബലത. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എന്റെ കീഴെ സാഗര ജലം മാത്രം. ഇരിക്കുവാൻ ഒരിടവും കാണുന്നില്ല, എന്റെ കീഴെ സാഗര ജലം മാത്രം. ഓ തളരുന്നു തളരുന്നു ചിറകുകളും എന്റെ കൂടെ പറന്നുവേ കാണുന്നില്ല, എന്റെ കൂടെ പറന്നുവേ കാണുന്നില്ല. ആരോ പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. ആരോ പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. വാഗ്ദത്ത വചനമം തൂവലുകൾ
ഒന്നിനോടും വീണ്ടും ചേർന്നിടട്ടെ. വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടും വീണ്ടും ചേർന്നിടട്ടെ. ഓ യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടും വീണ്ടും ചേർന്നിടട്ടെ. വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടും വീണ്ടും ചേർന്നിടട്ടെ. ഇരിക്കുവാൻ ഒരിടവും വേണ്ടെനിക്ക്, എന്റെ കീഴവൻ ശാശ്വത ഭുജങ്ങളുണ്ട്. ഇരിക്കുവാൻ ഒരിടവും വേണ്ടെനിക്ക്, എന്റെ കീഴവൻ ശാശ്വത ഭുജങ്ങളുണ്ട്. തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. തളരില്ല തളരില്ല ചിറകുകളും എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ചേർന്ന് പാടിക്കണം. തളരില്ല തളരില്ല ചിറകുകൾ എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ഓ തളരില്ല തളരില്ല ചിറകുകൾ എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ഓ തളരില്ല തളരില്ല ചിറകുകൾ എന്റെ കൂടെ പറക്കുവാൻ യേശുവുണ്ട്. ഓ വർണ്യമല്ലഹോ ചിന്തയമല്ലഹോ എന്റെ യേശുവേ ശുശ്രൂഷിടുവാനാ. വർണ്യമല്ലഹോ നിന്ദയഹോ എന്റെ യേശുവേ ശുശ്രൂഷിടുവാനാ. ഓ ചിന്തയമല്ലഹോ നിന്ദയഹോ എന്റെ യേശുവേ ശുശ്രൂഷിടുവാനാ. ആരോ പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. യേശു പകരുന്നല്ലോ പുതുശക്തി എന്റെ വിശ്വാസ ചിറകുകളിൽ. വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. വാഗ്ദത്ത വചനം തൂവലുകൾ ഒന്നിനോടൊന്നു വീണ്ടും ചേർന്നിടട്ടെ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹവാനായ കർത്താവിന്റെ ആ ദിവ്യ സ്നേഹം ഒരിക്കലും കൈവിടത്തില്ല. ഞാനൊരു കാര്യം പറയാം. യേശു കർത്താവിനെ ഈ ഭൂമിയിൽ വെച്ച്, യേശുവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ പോലും ഈ ലോക ജീവിതത്തിലും കർത്താവ് കൈവിടത്തില്ല. മരണത്തിനപ്പുറത്തും കർത്താവ് കൈവിടത്തില്ല. കർത്താവിന്റെ ഒരു പ്രത്യേകത, തന്നിൽ ഒരാൾ ആശ്രയിച്ചു പോയോ വിടത്തില്ല. ആശ്രിത വത്സലന കർത്താവിന്റെ പ്രത്യേകത അതാണ്. ഞാൻ വലിയ ആളാ, എനിക്കൊന്നും വേണ്ടെന്ന് പറയുന്നവരെ ഓക്കെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയും. കർത്താവേ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറയുന്നവർക്ക് കർത്താവ് കൊടുക്കുന്നതാണ് കൃപ. എന്താണ്? അല്ലേ പറഞ്ഞ കൃപ. കൃപ എന്ന വാക്കിന്റെ അർത്ഥം അർഹത നോക്കാതെ കൊടുക്കുന്ന ദാനമെന്ന. പറഞ്ഞാട്ടെ, അർഹത. നമുക്ക് അതിനോടൊന്ന് നന്ദി പറയാം. സാമ്പത്തിക കടത്താനും ആത്മഹത്യ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരുന്ന അവസരത്തിൽ 2009 ഡിസംബർ 24 ഒരു TV പ്രോഗ്രാമിൽ കൂടി ഞങ്ങൾ വിടുവിക്കപ്പെടുന്നത്. ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുത്തിരുന്നാണ്. കുടുംബമായിട്ട് 15 ലക്ഷം രൂപ കടമായിട്ട് ആത്മഹത്യയായിട്ട് തയ്യാറെടുത്തിരുന്നത്. ഞാൻ ഗവൺമെൻറ് സർവീസ് KSRTC കണ്ടക്ടറായിട്ട് ജോലിയാണ്. ജോലിയിട്ട് 15 വർഷമായി പലരെ സഹായിച്ചും എൻ്റെ വൈഫിന് 2-3 ഓപ്പറേഷൻ നടത്തി. അങ്ങനെ 15 ലക്ഷം രൂപ സാമ്പത്തിക ബാധ്യതയായിട്ട് ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്ന അവസരത്തിലാണ് 2009 ഡിസംബർ 24 രാത്രി തോമസ് കുട്ടി സാറിൻ്റെ മീറ്റിംഗ് ഞാൻ കാണുന്നു. അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു, ആത്മഹത്യ ചെയ്യാൻ തയ്യാറെടുക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ ഇന്ന് കാണുന്നു. സഹോദരൻ, നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സുണ്ടെങ്കിൽ ഇന്ന് കുഞ്ഞുങ്ങളെ കൊല്ലാതെ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, TV യിലേക്ക് കരം നീട്ട്, യേശുക്രിസ്തു നിങ്ങളെ വിടുവിക്കുമെന്ന് കേട്ടു. ഞങ്ങൾ അന്ന് ആദ്യമായിട്ട് ഞങ്ങൾ സമാധാനത്തോടെ ഉറങ്ങി. ജനലും കഥയൊന്നും തുറന്നിടത്തില്ലായിരുന്നു. അങ്ങനെ ആദ്യമായിട്ട് സമാധാനത്തെ ഞങ്ങൾ അന്ന് ഉറങ്ങി. ഇന്ന് ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ വഴി നടത്തി. കുടുംബമൊക്കെ ഉണ്ട് കൂടെ. തോമസ് കുട്ടി ഈ സഹോദരൻ കരുനാഗൽ പള്ളിയിലെ നമ്മുടെ റീച്ചിൻ്റെ കെട്ടിടം ഫ്രീ ആയിട്ട് പണിത് കൊടുത്ത് ഇദ്ദേഹം പണിത്. സ്വതന്ത്രം. സാമ്പത്തികമായിട്ട് എനിക്ക് അനവധി ആവശ്യമുണ്ട്. എന്നാൽ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ കരങ്ങളിൽ നീ ഒരു തുക തന്നാൽ ആ തുക നിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ വിതയ്ക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റീച്ചിൻ്റെ പ്ലാനൊക്കെ വരച്ചു. എൻ്റെ മോന് ഞങ്ങൾ വരച്ചു.
റീച്ചിൻ്റെ പാത്രത്തിൻ്റെ പേരിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കർത്താവ് അത്ഭുതം ചെയ്ത് ഞാൻ റീച്ചിന് വേണ്ടി കർത്താവിന് വേണ്ടി ഞാൻ അത് വിതച്ചു. സഭയിൽ ആഹാരമുണ്ടാക്കുന്നത് ഈ സഹോദരന്, അത്രയും പേർക്ക്. ഈ ഭൂമിയുടെ മുകളിൽ കാണേണ്ടതല്ലായിരുന്നു. മക്കൾ 2 പേരുണ്ട്, ഭാര്യയും വന്നിട്ടുണ്ട്. ഞങ്ങൾ അമ്മ ഉൾപ്പെടെ 5 പേര് ഇന്ന് പിന്നെ ഈ ഭൂമിയുടെ മേളിൽ കാണത്തില്ലായിരുന്നു. ഈ മണ്ണിനടിയിൽ ഞങ്ങൾ പോകേണ്ടിരുന്ന അവിടെ ഞങ്ങൾ വീണ്ടെടുത്ത് കർത്താവ് ഇന്ന് ഈ ചവറ മീറ്റിങ്ങിൽ വരെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി. തുടർന്ന് എൻ്റെ യേശു കർത്താവ് എന്നെ വഴി നടത്തും, എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എൻ്റെ അദ്ദേഹത്തിൻ്റെ കുടുംബമൊക്കെ എന്തേ? നിങ്ങളോട് ഞാൻ ഒന്നിച്ചൊന്ന് നിൽക്കുന്ന കാണാൻ തന്നെ ഒരു അനുഗ്രഹം. ഒന്ന് കരമടിച്ച എല്ലാവരും. എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, എന്നേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും ജീവിക്കയാൽ, ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതത്തിൽ എനിക്കെല്ലാം എന്നേശുവത്രേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇത് കാണുമ്പം ആ പാട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത്. യേശു ജീവിക്കുന്നതുകൊണ്ട് ഞങ്ങളും ജീവിക്കും. സിസ്റ്ററെ, മരിക്കാൻ പ്ലാൻ ഇട്ടതായിരുന്നല്ലേ? ആന്ന്. അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ ജീവനോടെ തിരിച്ചു തന്നു. കുഞ്ഞുങ്ങളെ കൊണ്ട് മരിക്കാനായിട്ട് പ്ലാൻ ചെയ്തത് കുഞ്ഞുങ്ങളെ കൊന്നിട്ട് ആ അവസ്ഥയിലായിരുന്നു. ഇതാണ് ദൈവരാജ്യം. യേശു കുറേ പേരെ കൂടെ സ്വർഗീയവിരുന്നിൽ ചേർക്കാനല്ല വന്നത്, കുറേ വീടുകളിൽ കൂടെ തൻ്റെ വിടുതൽ കൊടുക്കാൻ. ഇതാ യേശു. ഒരു TV പ്രോഗ്രാം കണ്ടപ്പോഴാണ് അല്ലേ? ഞങ്ങളെ ആരും കണ്ടില്ല. TV പ്രോഗ്രാമിലൂടെ വിടുവിച്ചത്. കർത്താവരെ വിടുവിച്ചു. ഞാൻ 9th പഠിക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് അപ്പോൾ എന്നെ പുറത്തോട്ടൊന്നും വിടാനൊന്നും പോകാനൊന്നും പറ്റത്തില്ല. വീട്ടിലാണെങ്കിൽ മിണ്ടാനോ അങ്ങനെയൊന്നും പറ്റത്തില്ല. കാരണം ആരെങ്കിലും കാശ് കൊടുക്കാനുള്ളവർ വരുമെന്നും പറഞ്ഞ് അനങ്ങാനൊക്കത്തില്ല. അപ്പോൾ പുറത്തോട്ടൊന്നും പോകത്തില്ല. ഇല്ല, അങ്ങനെയൊന്നും വെളിയിലോട്ടൊന്നും പോകത്തില്ല. കാരണം ആരെങ്കിലും ചോദിക്കും, എന്നോട് ചോദിക്കും അച്ഛൻ എന്തിയെന്ന് ചോദിക്കും. അതുകൊണ്ട് ആ വീട്ടിൽ തന്നെ അങ്ങ് ഇരിക്കുമായിരുന്നു. കഥയൊക്കെ അടച്ച് മിണ്ടാനൊക്കത്തില്ല. അങ്ങനെ അടച്ച് ഇതെല്ലാം പൂട്ടിയിട്ട് അങ്ങനെ മിണ്ടാൻ പറ്റാ അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു. അവിടുന്ന് കർത്താവ് വിടുവിച്ച് ജീവനോടെ നടത്തിയിരിക്കും. താങ്ക് യു ജീസസ്. ഞാൻ BA ഇപ്പം എന്തോ ചെയ്യാ? BA ഫസ്റ്റ് ഇയർ. ഇപ്പം BA ഫസ്റ്റ് ഇയർ പഠിക്കുക. വീടൊക്കെ തുറന്ന് യേശു, വാതിലൊക്കെ തുറന്ന് ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. ആരാധിച്ചാർത്തിടുമ്പോ വാതിലുകൾ തുറക്കും. യെരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. യെരിഹോ മതിൽ വീഴും, അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. ചേർന്ന് പാടാം. ഹല്ലേലൂയ പാടിടാം, ഉയർത്തിയിടാം യേശുനാമം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. വല്ലഭനാം യേശുവേ ആരാധിച്ചാർത്തിടാം. ഞങ്ങൾ പല സമയത്തും ഈ വിശ്വാസത്തിൽ വന്നെങ്കിലും ആദ്യം ഒന്നും കണ്ടില്ല. കാര്യം ഒന്നും തൊട്ടടുക്കത്തിരിയൊന്നും ആദ്യം നടന്നില്ല. പക്ഷേ അപ്പോഴൊക്കെ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചത് എൻ്റെ മകളാണ്. ഞങ്ങളെ അത് ഞങ്ങളുടെ പറയാം, നമുക്കൊരു ജീവനുള്ള പപ്പായ കിട്ടിയില്ലയോ, ഒരു യേശു അപ്പച്ചൻ നമുക്കില്ലേ, ഈ മോള് പറയും. അപ്പോൾ ഈ യേശു നിങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങളെ ഉറപ്പിച്ചത് മോളാണ്. ആണോ മോളെ? മോക്ക് നല്ല ഉറപ്പാണോ? ഞാൻ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ ഭാരമൊക്കെ, ഞങ്ങളുടെ അച്ഛനും അമ്മ ഇങ്ങനെ ഭാരമൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ പറയും കർത്താവ് വിടുവിക്കുമെന്ന് പറയും. അപ്പം മോള് നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസി ആവും കേട്ടോ. ഞാൻ മരിക്കുന്നതിന് മുമ്പ് ഞാൻ ആഗ്രഹിച്ചു, നമ്മൾ ഇത്രത്തോളം വളർന്നല്ലോ, അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്ന എനിക്ക് മനസ്സ് വന്നില്ല. ഞാൻ എൻ്റെ ഒരു ബന്ധുവിന് ഈ കുഞ്ഞുങ്ങളെ കൊടുക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴെൻ്റെ മനസ്സിൽ വന്ന് ഈ കുഞ്ഞുങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നല്ലോ അവർ സ്നേഹിച്ചില്ലെങ്കിലോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ശരീരമില്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണ് ഞങ്ങൾ ഒരുമിച്ച് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ വിഷം കഴിക്കാൻ തീരുമാനിച്ച പ്രകാരം അങ്ങനെ വിഷം കഴിക്കാൻ തീരുമാനിച്ച് ഇരിക്കുന്ന അവസരത്തിലാണ് ഞങ്ങൾ വിചാരിച്ച് വിഷം കൊടുക്കാൻ ഞങ്ങൾക്ക് മനസ്സ് വരുന്നില്ല. അങ്ങനെ ഞങ്ങൾ റെയിൽവേ ട്രാക്കിൽ പോയി ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഞങ്ങളെ കർത്താവ് ഇതിൽ ഇന്ന് ഞങ്ങളെ ഈ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇന്ന് ജീവനോടെ ഇവിടെ നിർത്തിയിരിക്കുന്നത്.
എന്നിട്ട് ഇന്ന് വരെ കർത്താവ് ഞങ്ങളെ ഓരോ കാര്യത്തിലും വീണു പോകുന്ന അവസ്ഥകൾ വന്നപ്പോഴെല്ലാം കർത്താവ് തൻ്റെ ഉള്ളം കരത്തിലാണ് ഈ ലോകം മൊത്തം സൃഷ്ടിച്ചത്. ചോർന്നു പോകത്തില്ലെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ആ വിശ്വാസത്താൽ ഞങ്ങളും ചോർന്നു പോകത്തില്ല. ഞങ്ങളുടെ ഒരു ആവശ്യം കർത്താവ് നിവർത്തിക്കാതിരിക്കത്തില്ല. ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. ഈ സമയം വരെ കർത്താവ് ഞങ്ങൾക്ക് ജീവശ്വാസം നടത്തിയിരിക്കുന്നത്. ബ്രദറെ, അന്ന് രാവിലെയാണോ പ്രോഗ്രാം കണ്ടത്? ഇന്ന് 2009 ഡിസംബർ 24 രാത്രി ഞങ്ങൾ മരിക്കാനായിട്ട് തീരുമാനിച്ച് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടിരിക്കുകയാണ്. അതേ സമയത്ത് വേണേലും വരും. കാര്യം വീട്ടിൽ ചെയ്യുന്നതോട് നമുക്ക് താല്പര്യമില്ലാത്ത അങ്ങനെ വണ്ടി വിളിച്ച് ഡിസംബർ 24 രാത്രിയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഈ മീറ്റിംഗ്. അതായത് ഞാൻ ക്രിസ്മസ് രാവ് പിറ്റേന്ന് യേശുക്രിസ്തു ജനിച്ചതിൻ്റെ ആഘോഷം നടക്കുമ്പോൾ ഞങ്ങൾ മരിച്ചതിൻ്റെ ആഘോഷം ബന്ധുക്കൾ അവിടെ എന്ന് പറഞ്ഞാൽ സഞ്ചാരിന് ബന്ധുക്കൾ ആഘോഷിക്കുമായിരുന്നു. അപ്പം അപ്പോഴൊക്കെ അവർ പറയും ഒരു വേള ഞങ്ങളോട് പറഞ്ഞിട്ട് ഞങ്ങൾ സഹായിച്ചാണ്. പക്ഷേ മനുഷ്യരാരും നമ്മളെ വിടുവിക്കത്തില്ല. ജീവനുള്ള ഒരാളിനെ നമ്മളെ വിടുവിക്കാൻ പറ്റൂ എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും അന്ന് വിശ്വാസമായി. അങ്ങനെ ഞങ്ങൾ ഇന്ന് റെയിൽവേ ട്രാക്ക് ഞങ്ങളുടെ 5 പേരുടെ ശരീരം ചിഹ്നിച്ചെതിരെ കിടക്കേണ്ടതാണ്. അപ്പം ഞാൻ ഗവൺമെൻറ് സർവീസിലെ ജീവനക്കാരനായിട്ട് ഇങ്ങനെ അപ്പോൾ ഒരു സാധാരണ ജനത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അപ്പോൾ കർത്താവ് ദൈവത്തിന് മുഖപക്ഷമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രി ഇന്ന് ദൈവദാസൻ എന്ന് പറഞ്ഞാൽ അന്ന് ദൈവദാസൻ എന്നല്ല ഒരാൾ ടി വിയിൽ ഇങ്ങനെ പറയുന്നു. അപ്പോൾ ഞാൻ ആദ്യം ഒന്നും കരം നീട്ടിയില്ല. അപ്പോൾ വീണ്ടും പറയുന്നു. മാത്രമല്ല പറയാം, ഞാൻ ഇതൊക്കെ വരുമ്പോൾ അന്നേരം ടി വി മാറ്റുന്ന ആളാണ്. ചാനൽ മാറ്റിയൊരു കുഞ്ഞുങ്ങളെ വഴക്ക് പറയുന്ന ആളാണ്. പക്ഷേ ആ സമയത്ത് വീണ്ടും ഈ ചാനൽ മാറ്റിയെങ്കിലും വീണ്ടും ഈ മീറ്റിങ്ങിൽ എന്നെ അരമണിക്കൂർ പിടിച്ചിരുത്തിയപ്പോൾ എനിക്ക് എന്തോ ഉള്ളൊരു വിശ്വാസം. ആത്മഹത്യ തയ്യാറെടുക്കുന്ന ഒരു കുടുംബത്തെ ഞാൻ കാണുന്നു എന്നാണ് ബ്രദർ പറഞ്ഞത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ ടി വിയിലേക്ക് നിങ്ങൾ കരം നീട്ടും, നിങ്ങളുടെ ആത്മഹത്യാ പ്രവണത നഷ്ടമാകും. അപ്പോൾ ഞാൻ ആലോചിച്ചു, അടുത്ത ദിവസം എനിക്ക് നിരവധി സാമ്പത്തിക ബാധ്യതകളുണ്ട്. 15 ലക്ഷം രൂപയുടെ കടം ഇങ്ങനെ എൻ്റെ മുന്നിൽ കിടക്കുകയാണ്. ഒരു രൂപയും മുന്നിൽ ആരും സഹായിക്കാനില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ അന്നേരം മരണത്തിൽ നിന്ന് ചിലപ്പോൾ ഈ ദൈവം വിടുവിക്കുമായിരിക്കും. അന്ന് യേശുവിനെ ഒന്നും അറിയത്തില്ല. മരണത്തിൽ നിന്ന് ദൈവം വിടുവിക്കുമായിരിക്കും. പക്ഷേ പിറ്റേന്ന് രാവിലെ എനിക്ക് 15 ലക്ഷം രൂപ കൊടുക്കാനുള്ള വ്യക്തി കൊടുത്തല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചില്ല, ഞാൻ കരം നീട്ടിയില്ല. വീണ്ടും ബ്രദർ ഇത് പറയുന്നു, സഹോദരൻ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ കരം നീട്ടും, നിങ്ങൾ യേശുക്രിസ്തു വിടുവിക്കും, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം സുവിശേഷമായി പോകും ഇങ്ങനെ പറയുന്നത്. അത് ഞാൻ അന്ന് ഏറ്റെടുത്ത്, ഞാൻ കയ്യൊന്നും നല്ലോ നീട്ടിയില്ല പറയാം, സത്യമായിട്ട് പറയാം. ഞാൻ ഇങ്ങനെ ഒന്നും ആക്കിയില്ല. എനിക്ക് വിശ്വാസമില്ല. കാര്യം ഇത് പിറ്റേന്ന് 15 ലക്ഷം രൂപയുടെ ബാധ്യത നടക്കുക. ഇങ്ങനെ ഒന്ന് നീട്ടിയാൽ കർത്താവ് ഇങ്ങനെ നീട്ടിയാലും എങ്ങനെ നീട്ടിയാലും മനസ്സറിയുന്ന യേശു, മനസ്സലിയുന്ന യേശു എൻ്റെ ആവശ്യങ്ങൾ ഞങ്ങളുടെ ജീവനോടെ വിടുവിച്ചു. ഇന്ന് എനിക്ക് കർത്താവിനെ കുറിച്ച് ഏറെക്കുറെ അന്നൊന്നും അറിയത്തില്ല. നമ്മൾ കുറ്റം പറഞ്ഞിട്ടുണ്ടെന്ന ആൾക്കാരാണ്. പക്ഷേ ആ കുറ്റം പറഞ്ഞെടുത്ത് തന്നെ കർത്താവ് ഇന്ന് നാട്ടുകാർ ലജ്ജിപ്പിക്കുന്നിടത്ത് മുന്നിൽ കർത്താവ് എന്നെ മാനപാത്രമാക്കി. ഇന്ന് എൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം ഇവിടെ വരാൻ വരെ കർത്താവ് എനിക്ക് വഴി വരും. സ്തോത്രം. ബ്രദർ, അന്ന് ഇല്ലായ്മയിലും ഞാൻ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് വിതയ്ക്കും. കർത്താവ് എന്നില്ലെങ്കിൽ ഞാൻ ആദ്യം കർത്താവിൻ്റെ വേലയ്ക്ക് വിതയ്ക്കും. കാരണം ഒരു കർഷകൻ തൻ്റെ നല്ല നിലത്ത് ഒന്നും അറിയാതെ ഒരു വിത്ത് വാരി എറിയുകയാണ്. അത് പൊലിപ്പിക്കാൻ ആ മണ്ണിന് കഴിയുമെങ്കിൽ അന്ന് ഞാൻ ഇല്ലായ്മയിൽ എൻ്റെ കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ വിതച്ച്, ആ വിതച്ചതിൻ്റെ ഫലമായിട്ടാണ് കർത്താവ് എന്ന് അതുകൊണ്ട് ഞങ്ങൾ എവിടെ ഇത് കർത്താവിൻ്റെ വേലയായിട്ട് പോയാലും ഞങ്ങൾ വിതയ്ക്കുന്നതിനെ ആദ്യമേ പറയുന്നത്. കാരണം വിതച്ചിട്ട് ഞങ്ങൾ വിതയ്ക്കാത്തപ്പോൾ ഒന്നും നേടി ദൈവവേലയിൽ കൊടുക്കുക. കാരണം വിതയ്ക്കാത്തപ്പോൾ ഞങ്ങൾക്ക് ഒന്നും നടന്നില്ല. ഇടുക്കത്തോടെ ഇരുന്നപ്പോൾ ഒന്നും നടന്നില്ല. കാരണം നമുക്കില്ല. നമുക്ക് നാളെ നമ്മുടെ ആവശ്യങ്ങൾ ആദ്യം നമ്മൾ കാണും. പക്ഷേ നമ്മുടെ ആവശ്യം ഞാൻ കർത്താവിൻ്റെ നമ്മളെ സൃഷ്ടിച്ചവൻ നമുക്ക് ബെസ്റ്റ് ഒരുക്കുന്ന വിശ്വാസം ഞാൻ വിതയ്ക്കാൻ തുടങ്ങി. ആ വിതയ്ക്കാൻ തുടങ്ങിയ ശേഷം കർത്താവ് ഞങ്ങളെ മാനിച്ചു. എല്ലാവരും കേട്ടല്ലോ. 1-2 പേര് പറഞ്ഞാൽ ദൈവവേലയിൽ വിതയ്ക്കണമെന്ന് പറ. ഞെരുക്കം മാറണം, എന്ത് ചെയ്യണം? ദൈവവേലയിൽ വിതയ്ക്കണം, അവരനുഗ്രഹിക്കപ്പെടും. എൻ്റെ സാക്ഷി അതാ. ചേർന്ന് ഹല്ലേലൂയ പറയാം. യേശുവിൻ്റെ നാമത്തിൽ രോഗാത്മാവെ വിട്ടുപോ. യേശുവിൻ്റെ നാമത്തിൽ നടുവേദന സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വായിലെ ദുർഗന്ധം വിട്ടുമാറട്ടെ. കണ്ണിന് കാഴ്ച ലഭിക്കട്ടെ. ഓ യേശുവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്ത ഉദരങ്ങളിൽ ഇപ്പോൾ അത്ഭുതം നടക്കട്ടെ, അത്ഭുതം നടക്കട്ടെ. എല്ലാ ദുർബാധകളും വിട്ടുമാറട്ടെ. നടുവിൻ്റെ വേദന ഇപ്പോൾ ഈ ബെൽറ്റ് അടിച്ചപ്പോഴും കുരിയാൻ നല്ലതായിട്ട് കുഴപ്പമില്ല. കേറി വന്നേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം. നടുവേദന വളരെ വ്യത്യാസം തോന്നി, പൂർണ്ണമായും മാറിയിരിക്കുന്നു. എത്ര നാളായിട്ടുണ്ടായിരുന്നു? വർഷങ്ങളോളം. എത്ര നാളായിട്ട് ഈ ബെൽറ്റ് ഇടുന്നുണ്ട്? ഒരു 15 വർഷം കൊണ്ട്. 15 വർഷങ്ങൾ. അപ്പൊ പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായോ? ശരീരത്തിനൊരു വിളയാലി വന്നു. അപ്പച്ച തന്നെ ഇത് അഴിച്ചു നോക്കിയല്ലേ? അഴിച്ചു. ഒന്ന് കുനിഞ്ഞൊക്കെ ഒന്ന് നോക്കിക്കേ. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും
ഉയർത്തിടാം. സന്തോഷം കൊണ്ടാണോ കരയുന്നത്? അതെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നിങ്ങൾ ഈ സുവിശേഷത്തെ ഒന്ന് മനസ്സിലാക്കിക്കേ. ഞാൻ പ്രസംഗിച്ച പോലെ സുവിശേഷം ഒരു മതത്തിനെതിരല്ല, സുവിശേഷം ഒരു രാഷ്ട്രത്തിനെതിരല്ല, വൈദ്യശാസ്ത്രത്തിനെതിരല്ല. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനാ കർത്താവ് വന്നു. പൈശാചി ശക്തികൾക്ക് മാത്രമാണ് സുവിശേഷം എതിര്. ഈ അപ്പച്ചന് വേണ്ടി ഞാൻ കൈവച്ചില്ല, സ്വന്തം കൈവച്ചാ പ്രാർത്ഥിച്ചല്ലേ? അതെ. പ്രാർത്ഥിച്ചപ്പോൾ അപ്പച്ചൻ തന്നെ കർത്താവിൻ്റെ സ്പർശനം ഒരു വിറയൽ പോലെ വന്നെന്ന്. ഉയർപ്പും വിറയലും വന്നു. എന്തോ അഴിഞ്ഞു മാറി. അപ്പച്ചൻ തന്നെ ഈ 15 വർഷമായി കെട്ടിക്കൊണ്ടിരുന്ന ബെൽറ്റ് അഴിച്ചു. ഈ 85-ാം വയസ്സിൽ കർത്താവ് തന്നെ സൗഖ്യമാക്കി. അതിനകത്ത് അപ്പച്ച എനിക്ക് പറയാനുള്ളത് എന്നാണെന്നറിയോ? തോമസ് ഊട്ടി ബ്രദറിൻ്റെ കഴിവല്ല, കർത്താവിൻ്റെ ശക്തിയും അപ്പച്ചൻ്റെ വിശ്വാസവും. ഈ വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നു. ബ്രദർ പറഞ്ഞില്ല 3 ദിവസം കൊണ്ട് സുഖമില്ലാതെ കിടന്ന ആൾ ഇവിടെ ഒരാൾ വന്നെന്ന്. അത് ഞാനാ. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിൽ കിടക്കുമായിരുന്നു. വയറിന് പെരുക്കൊക്കെ വന്നു, വയറ് ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നേരത്തെ കുടല് ചുരുങ്ങുകയായിരുന്നു. 21 ദിവസം വെള്ളം പോലും കുടിക്കാൻ മേലാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. ഇതെന്നതാ ഇത്? ഞാൻ കിടന്ന അവസ്ഥയാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് എടുത്ത ഫോട്ടോ ഏത്? മൂക്കി ട്യൂബൊക്കെ ഇട്ട് ഡോക്ടർ പറഞ്ഞ് മരിച്ചു പോകും, എല്ലാവരെയും അറിയിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് ഇങ്ങനെ കിടന്നപ്പോൾ ഞാൻ ദൈവത്തോട് ഇവിടെ വിളിച്ച് പറഞ്ഞു, കുണ്ട്ര സഭയെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു. പിന്നെ ട്യൂബൊക്കെ എടുത്ത് തന്നെ വീട്ടിൽ വിട്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച വരുന്ന ഞാൻ ആശുപത്രിയിൽ നിന്ന് നെഞ്ചിന് വലിയ വെപ്രാളം പോലെ ഇരുന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞൊരു വല്ലാത്തൊരു തലയ്ക്കൊരു ശരീരത്തിനൊക്കെ ഒരു വേപ്പ് പോലെ വന്ന് പെട്ടെന്ന് മാറ്റി സൗഖ്യം കിട്ടി, ഫ്രീ ആയി. ഇന്നത്തെ പ്രാർത്ഥനയിൽ 21 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ കുണ്ട്ര സഭയിലോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു. അവിടെ സഹോദരൻ പ്രാർത്ഥിച്ചു, പിന്നെ മറ്റ് വിശ്വാസികളും പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴാണ് സഹോദരിക്ക് വെള്ളം കുടിക്കാനും ആഹാരം കുടിക്കാനൊക്കെയുള്ള ആരോഗ്യമുണ്ടായത്. ഇന്നിവിടെ സഹോദരി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സഹോദരി ആകപ്പാടെ അസ്വസ്ഥയായിട്ടാണ് വന്നിരിക്കുന്നതെങ്കിൽ പോലും ഇവിടുത്തെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം തൊട്ട് സഹോദരിക്ക് ശരീരത്തിനൊരു പ്രത്യേക ഒരു ഉന്മേഷവും ഒരു ഉണർവും ഒക്കെ തോന്നി തന്നെത്താൻ എഴുന്നേറ്റ് നടന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വന്നതാണ്. And glorify your name, glorify your name. ബ്രദർ, എന്തായിരുന്നു പ്രയാസം? മുഴയായിരുന്നു വയറ്റിലുണ്ടായിരുന്ന മുഴ മാറി. വെളിയിൽ അറിയാമായിരുന്നോ മുഴ? തൊടുമ്പോ അറിയായിരുന്നു, ഇപ്പം മാറി. ബ്രദർ തന്നെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ എനിക്ക് ഒരു ഒരു ഇത് വന്നു എനിക്ക്. അപ്പോൾ ആ മുഴ അവിടെ കാണുന്നില്ല. എനിക്ക് അസിഡിറ്റി ആയിരുന്നു, ഒരു 4-5 വർഷം കൊണ്ടുണ്ടായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് പക്ഷേ ഭേദമില്ലായിരുന്നു. അപ്പോൾ ആ മുഴ മാറി. ഈ അസിഡിറ്റി കൊണ്ടുള്ള മറ്റ് പ്രോബ്ലങ്ങൾ എന്തായിരുന്നു? അസിഡിറ്റി ആയിരുന്നു, പിന്നെ ഷുഗറുണ്ട്. ഇപ്പം വയറ്റിൽ എന്തെങ്കിലും ഈ മുഴ മാറിയതല്ല, നമ്മൾക്ക് ഉള്ളിൽ തന്നെ എന്തെങ്കിലും അറിയാവോ? ഇവിടെ തൊടുമ്പോൾ എനിക്ക് വേദനയായിരുന്നു, ഇപ്പം എനിക്ക് വേദനയില്ല. നമുക്കിപ്പോൾ ആ കർത്താവിൻ്റെ അടുക്കലേക്ക് വരാം. ഏത് വിഷയത്തിനാണോ വിടുതൽ വേണ്ടത് യേശു തരും. യേശു ഇന്നവർക്ക് വിടുതൽ കൊടുക്കാവുന്നൊന്നും പറഞ്ഞില്ല, വിശ്വസിക്കുന്ന ഏവർക്കും. അതുകൊണ്ട് ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിലും ഒന്ന് വിശ്വസിച്ച് ക്യാൻസർ രോഗം യേശു മാറ്റും. വലിയ കടബാധ്യതയ്ക്ക് വിടുതലുണ്ടാവും. ആത്മഹത്യയുടെ ആവശ്യമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തിനായി നന്ദി. ഞങ്ങൾ കേട്ട അത്ഭുത സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. കർത്താവ് വലിയവ ഇന്ന് ചെയ്യുകയാണല്ലോ. 2000 വർഷം മുമ്പ് ഈ ലോകത്ത് വന്ന് കല്ലറയിൽ മരിച്ചടക്കപ്പെട്ട ഒരാളല്ലല്ലോ അങ്ങ്. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന, ഇന്നും വിളിക്കുന്നവരുടെ കൂടെ വരുന്ന കർത്താവ്. ഈ വിളിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ അടുക്കൽ, അവരുടെ മുറികളിൽ വന്നതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവർ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗബന്ധനം അഴിയട്ടെ. എന്നെ കർത്താവ് കാണിക്കുന്ന കയ്യിലുള്ള വലിയൊരു മുഴ
ഭയങ്കര ഒരു ആശങ്കയിലിരിക്കുന്ന മുഴ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ നാളുകളായി മാറാത്ത പനി ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ ഇൻഫെക്ഷനും മാറട്ടെ. ക്യാൻസറുകൾ സൗഖ്യമാകട്ടെ. കടബാധ്യതയുടെ കെട്ടുകൾ പൊട്ടട്ടെ. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന കുടുംബത്തിന് ആശ്വാസത്തിൻ്റെ വിടുതലിൻ്റെ കരം നീട്ടണം. വഴി തുറക്കണം. തുറന്നതിനായി സ്തോത്രം. വിദ്യാർത്ഥികൾക്കായി മറ്റോരോ തുറയിലുള്ളവർക്കായും പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യുവാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഏൽപ്പിക്കുകയാണ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അനുഗ്രഹിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായ നന്മകളാൽ നിറയ്ക്കട്ടെ. അടുത്ത എപ്പിസോഡിൽ കാണും വരെയും കർത്താവ് തൻ്റെ കൃപയിൽ നമ്മെ സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ. നദികളായി കൃപ ഒഴുകിയെത്തുന്നതാ തന്നിറവിനാ കവിഞ്ഞൊഴുകുമീ അനുഗ്രഹം നിറയണം ഈ ഭൂതലം. യേശുവേ അറിയണം കവിഞ്ഞൊഴുകണം ഈ അനുഗ്രഹം. എൻ പാപവും ശാപവും ഒഴുകി ദൂരെയാ. ഞാൻ സൗഖ്യമാ നീതിയാ ദൈവ പൈതലാ. യേശു